ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ അധികം കറികളൊന്നും ചെയ്യാറില്ല. വഴുതനങ്ങ മെഴുക്കുവരട്ടി, വഴുതനങ്ങ ഫ്രൈ, അങ്ങനെയുള്ള 2-3 റെസിപ്പികളിൽ ഒതുങ്ങുന്നതാണ് നമ്മുടെ വഴുതനങ്ങ കറികളുടെ ലിസ്റ്റ്. പക്ഷെ ഇത് കുറച്ച് വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട്, സാധാരണ നമ്മൾ കറിയിൽ പ്രതീക്ഷിക്കാത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ചപ്പാത്തിയുടെയും ചോറിന്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ മസാല. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ചേർത്തിട്ട് എങ്ങനെയാണ് ഒരു വഴുതനങ്ങ മസാല ആവുന്നത് എന്നുള്ളത്. പക്ഷെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അത് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളൂ, വഴുതനങ്ങ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും എല്ലാവരും വഴുതനങ്ങ മസാല ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ റെസിപ്പിയുടെ ഫോട്ടോയും കൂടെ ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരാം, നമുക്ക് എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കറി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസണും കൂടി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കറി ഇഷ്ടമാവാതിരുന്നത് എന്നും കൂടി. അപ്പോൾ നമുക്ക് വഴുതനങ്ങ മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വഴുതനങ്ങ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 3 പച്ചമുളക്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുക്കാം, 1 പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു സവോള, കുറച്ച് വേപ്പില. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അരപ്പിലേക്കായിട്ട് കുറച്ച് തേങ്ങ വേണം, അതുപോലെ തന്നെ പൊട്ടുകടല വേണം. പൊട്ടുകടല ചേർക്കാം, ഇല്ലെങ്കിൽ കശുവണ്ടി ചേർക്കാം, രണ്ടിലേത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും കശുവണ്ടി ചേർത്തിട്ടൊക്കെ കറികൾ ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പൊട്ടുകടല എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം വഴുതനങ്ങ മുറിച്ച് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം, വഴുതനങ്ങയുടെ കളർ മാറിപ്പോവാതിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ ഈ അരപ്പ് റെഡിയാക്കിയിട്ടാണ് കറി ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം അരപ്പിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പൊട്ടുകടലയുടെ തരി ഇഷ്ടമാണെങ്കിൽ, ഇടയ്ക്ക് കറിയിൽ കടിക്കാൻ ആ ചെറിയ തരിതരിപ്പോടെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് ചേർത്ത് തന്നെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ കടല ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്കാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തരി ഉണ്ടാവില്ല, ചെറിയ തരികളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടുകടല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം, വേഗം ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ തേങ്ങ ചിരവിയത്, ഇത്രയും ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. അധികം അരച്ചെടുക്കണം എന്നുള്ള ആളുകൾക്ക് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1-2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങി അരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മുടെ അവിയലിൻ്റെയൊക്കെ ഒരു പാകത്തിലേക്ക് ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അവിയലിനേക്കാൾ ഒന്നുകൂടി ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ സവോള ഒന്ന് മുറിച്ചെടുക്കാം, അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം, വഴുതനങ്ങയും കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ കറി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ കറി ചെയ്യുക, കുറച്ചുകൂടി വേണം, ഇച്ചിരി കൂടി മതി. അപ്പോൾ നമുക്ക് മസാലകൾ അധികം വഴറ്റിയെടുക്കാനില്ല, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. പിന്നെ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം കടുക് ചേർക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ബേ ലീഫും അതുപോലെ തന്നെ 1 പീസ് പട്ടയും ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു 3 വറ്റൽമുളകും. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും പൊട്ടുകടലയും എല്ലാം ചേർന്ന മിക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള, പിന്നെ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സവോളയുടെ എണ്ണം കൂട്ടാട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സവോളയും കൂടി നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ മാത്രമായിട്ട് വഴറ്റിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും പൊട്ടുകടലയൊക്കെ. നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കാതെയല്ല എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കുക്കാവാനാണ് ഇതുപോലെ ചേർക്കുന്നത്.
ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തണ്ട് കറിവേപ്പിലയും. ഇനി ഇതൊന്ന് കുക്കായി ഈ തേങ്ങ ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരണം. അധികം അങ്ങോട്ട് കുക്കായി പോകണ്ട. സവോളയാണെങ്കിലും വല്ലാണ്ട് അങ്ങോട്ട് കളർ മാറി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ വഴുതനങ്ങ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് എണ്ണ ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ തേങ്ങയും സവാളയൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇനി ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൊടികൾ കുക്കാവാനുള്ള വെളിച്ചെണ്ണയും കൂടി നമ്മൾ ചേർക്കണം. വെളിച്ചെണ്ണ കുറവാണ്. ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ തന്നെയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളകിന് എരിവുള്ളതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ പൊടികളുടെ റോ സ്മെല്ലും റോ ടേസ്റ്റും മാറി വരുന്നത് ഓരോന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം മസാല ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ തേങ്ങയുടെ ടേസ്റ്റും എല്ലാം വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അധികം മസാലകൾ ആവശ്യമില്ലാത്ത റെസിപ്പിയാണ്. പിന്നെ ചില ആളുകൾക്ക് മസാല കൂടുതൽ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ മസാല ചേർക്കാം. ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊന്ന് കുക്കായി വരും. നമ്മൾ കറി റെഡിയാക്കി കഴിഞ്ഞിട്ട് എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഏത് സ്റ്റേജിലാണെങ്കിലും എരിവ് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കാത്തത്. നമുക്ക് കറി റെഡിയാക്കി കഴിഞ്ഞിട്ട് നോക്കാം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇനി തക്കാളിയും തേങ്ങയും എല്ലാം ചേർന്നൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. തക്കാളിയും തേങ്ങയൊക്കെ ഒന്ന് മിക്സായി വരാനായിട്ട്. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി. നമുക്കൊന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ഉപ്പ് ചേർക്കാൻ പോവാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങ ചേർക്കാം. വഴുതനങ്ങ കുറച്ച് വലിയ പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. വഴുതനങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. ചപ്പാത്തിക്ക് കറിയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ഗ്രേവി ഉള്ളതായിരിക്കും നല്ലത്. ചോറിൻ്റെ കറിയായിട്ടാണെങ്കിൽ കുറച്ച് ഗ്രേവി കുറച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോറിൻ്റെ കറിയായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കുന്നില്ല. ഒരു 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് പൊടി ചേർക്കാം. ഇപ്പോൾ അടച്ചു വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ കറി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടോ ഇതുപോലെ കുറുകി തുടങ്ങുന്നുണ്ട്. അത് പൊട്ടുകടല അരച്ച് ചേർത്തത് കൊണ്ടാണ് ഇതുപോലെ കുറുകുന്നത്. കശുവണ്ടി ആണെങ്കിലും ഇതുപോലെ തന്നെ കുറുകി വരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വഴുതനങ്ങ എത്രത്തോളം ഉടഞ്ഞു പോകണം എന്നുള്ളതനുസരിച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരുപാടങ്ങ് കുഴഞ്ഞിരിക്കുന്ന രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോകുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ഭാഗത്തിലാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ കറി ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും അപ്പോൾ നമ്മുടെ ഗ്രേവി. ഞാനപ്പോൾ ചോറിനായിട്ട് എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് ഇനി ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി മറിക്കുക.
അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിലും വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല, ചെറിയ ചെറിയ പീസുകളായിട്ട് ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു 2 പിഞ്ച് പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. ഇപ്പോൾ തന്നെ കമൻസ് ഒക്കെ വരും എല്ലാ കറിയിലും പെരിഞ്ജീരകം ആണെന്നുള്ളത്. അത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം, പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകൾക്ക്. അപ്പോൾ ഇത്രയും മതി ഇട്ടത് ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഗ്രേവി ഒന്ന് ചൂട് മാറി വരുമ്പോൾ വീണ്ടും കുറുകി വരും. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ചേർത്ത് കഴിക്കാം. നമ്മുടെ കറി നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും 2 വഴുതനങ്ങ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇതുപോലൊരു കറി ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന കറിയാണ്, അധികം ബുദ്ധിമുട്ടുകളും ഇല്ല, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.